ഞാൻ മരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കൊന്നും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല സാറേ. ഞാൻ മരിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ ഇത് ചെയ്തിട്ടാ ഇന്നും ഞാൻ പറയണു. ഞാൻ മരിക്കാനാ. പിന്നെ എന്റെ കയ്യില് വിലങ്ങില്ല. വേറെ ആരും ആഹ്വാനമല്ല. ഇത് എന്റെ നിലപാട്. കുറ്റകൃത്യം ചെയ്യുന്ന സ്ത്രീയെ തിരിച്ച് ബലാത്സംഗം ചെയ്യാൻ പറയുന്ന ആളെ ഈ ഫ്ലോറിൽ ഇരുത്താൻ യോഗ്യമാണോ? ഈ ഫ്ലോറിൽ ഇരുത്താൻ യോഗ്യമാണോ? ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇങ്ങനെയാ പറയുന്ന ആളെ കയ്യോടെ പിടിച്ച് പൂയപ്പുര സെന്ററിൽ ഇടും. താങ്കൾ മാത്രം സംസാരിക്കുക, അവകാശം കൊടുക്കണ്ടേ? താങ്കൾ ഇതൊക്കെ പറയും മറ്റുള്ളവർ അനുവദിക്കാതിരിക്കാൻ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ബലാത്സംഗം. അറിയാമോ സാർ? ഇപ്പൊ പറഞ്ഞു വരുമ്പോ ചേട്ടൻ ഇപ്പോഴും മനുഷ്യത്വം അതാന്ന് വിചാരിച്ചോണ്ടായിരിക്കും. ആ ചേട്ടൻ അതിന്റെ ഒഫൻസീവ് എന്താണെന്ന് അറിയില്ല. എന്റെ മാത്രം ആഹ്വാനമല്ല, എന്റെ ചിന്താഗതി ഞാൻ ചിന്താഗതി വീട്ടിൽ വെച്ചോ. അല്ല അത് 24 ചെയ്യേണ്ടത് ഇയാൾക്ക് ഒരു കൗൺസിലിംഗ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. നിങ്ങളോടൊന്ന് കേൾക്കും. നിങ്ങൾ നാവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മാത്രം ആലോചിച്ചാലോ ഒക്കെ പറയൂ. അല്ല, ഇങ്ങനത്തെ ചിന്താഗതി ഇത്രയുണ്ടായി. കേരളം മുഴുവൻ അയാൾക്കെതിരെ പ്രതിഷേധിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അങ്ങനെ ഒരാൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൗൺസിലിംഗും ട്രീറ്റ്മെന്റും കൊടുക്കണം. കാരണം അങ്ങനെ ഒരാൾ പൊതുസമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ ഒരു എതിരിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഇനി ഒരു കുറ്റം ചെയ്യുന്ന പെണ്ണിനെ തന്നെ ബലാത്സംഗം ചെയ്യുന്നത് വളരെ ഭീകരമായ സംഭവമാണ്. അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാർ സമൂഹത്തിൽ പുറം സമൂഹത്തിൽ നിൽക്കുന്നത് അപകടമാണ്. പറ്റത്തുള്ളൂ. നാളെയും ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാൻ പറയണ എല്ലാം കൂടി കോടതി കൊണ്ട് നാളെ എന്നെ അകത്തിടാനുള്ള പരിപാടി, ആ പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല. ഞാൻ പറഞ്ഞത് ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞത് നാളെ ഇത് വെച്ച് ഈ ചർച്ച വെച്ച് ുള്ള പരിപാടിയാണ്. പാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കാം.